ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നൂതന ആയുധങ്ങൾ നിർമ്മിക്കുന്ന അമോടെക് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഡെസ്മണ്ട് എന്ന യുവാവിനെയാണ് കാണിക്കുന്നത്. ഓഫീസിലേക്ക് വന്ന ഡെസ്മണ്ട് തൻ്റെ ID കാർഡ് എടുക്കാൻ മറന്നിരുന്നു. അതിനാൽ ഗാർഡ് അവനെ അകത്തേക്ക് കടത്തിവിട്ടില്ല. അതിനാൽ തന്നെ മറ്റൊരു ID കാർഡ് ലഭിക്കാനായി ഡെസ്മണ്ട് കുറേ ഫോമുകൾ പൂരിപ്പിക്കേണ്ടതായി വന്നു. അതിനുശേഷം അവൻ റിസപ്ഷനിലേക്ക് ഓടി വരുമ്പോൾ മറ്റൊരു ഗാർഡ് അവൻ്റെ ഫോൺ ഫ്രണ്ട് ഡെസ്കിൽ വെക്കണമെന്ന് ഓർമ്മിപ്പിച്ചു. ലിഫ്റ്റിലേക്ക് പോകുന്ന സമയത്ത് അയാൾ അവിടെ വെച്ച് സാമന്ത എന്ന യുവതിയെ കണ്ടുമുട്ടി. വൈകി വരുന്ന അവൻ്റെ ശീലത്തെ അവൾ പരിഹസിച്ചെങ്കിലും ഈ നേരത്തെ അവൾ ഒരു വാച്ച് അവനെ സമ്മാനമായി നൽകിയിരുന്നു. തുടർന്ന് ഡെസ്മണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തൻ്റെ ടേബിളിലേക്ക് പോയി. അതിനാൽ തന്നെ അവൻ്റെ ബോസായ ആദം അവനെ കണ്ടിരുന്നില്ല. തുടർന്ന് ഡെസ്മണ്ട് ജോലി ചെയ്യുന്നതിനു പകരം ഒരു വീഡിയോ ഗെയിം കളിക്കുകയാണ്. അപ്പോഴേക്കും ആദം അവനെ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. വൈകിയതിനെ ആദം അവനെ ശകാരിക്കുകയും അമോടെക് എന്ന നമ്മുടെ കമ്പനി മറ്റൊരു കമ്പനിയുമായി ലയിക്കാൻ പോവുകയാണെന്ന് അവനെ അറിയിക്കുകയും ചെയ്തു. ഈ ആഴ്ച അവസാനത്തോടെ അവനെ കൊടുത്തിരുന്ന വർക്കിംഗ് റിപ്പോർട്ട് പൂർത്തിയാക്കണമെന്ന് ആദം ഡെസ്മണ്ടിന് മുന്നറിയിപ്പ് നൽകി, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും. ഡെസ്മണ്ട് തൻ്റെ മേശയിലേക്ക് മടങ്ങുമ്പോൾ മറ്റേ കമ്പനി ഇതിനകം തന്നെ പകുതി ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ടെന്ന് ലെഡ്വർത്ത് വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമോടെക്കും നിരവധി ആളുകളെ പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. തൻ്റെ സഹപ്രവർത്തകരിൽ ഒരാളെ രാത്രിയാണ് പുറത്താക്കിയതെന്ന് മുറാദ് വിശദീകരിച്ചു. എന്നാൽ അവരെല്ലാം അനാവശ്യമായി പരിഭ്രാന്തരാവുകയാണെന്നാണ് ഡെസ്മണ്ട് കരുതിയിരുന്നത്. ഈ ഒരു സമയത്താണ് റീജിയണൽ മാനേജർ മാർക്കസ് അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അവരെ പരിഹസിക്കുന്നത്. കമ്പനി ലയനം മൂലം തനിക്കൊരു പ്രമോഷൻ ലഭിക്കുമെന്നതിനാൽ അദ്ദേഹം അതിയായി സന്തോഷിച്ചിരുന്നു. അയാൾ ഉടമയുടെ അനന്തരവനായതുകൊണ്ടാണ് അതെന്ന് മറ്റെല്ലാവർക്കും അറിയാമായിരുന്നു. ഈ സമയത്ത് ലെൻഡ്വർത്തിനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ഒടുവിൽ ഡെസ്മണ്ട് തൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കാൻ തുടങ്ങി. എന്നാൽ പിന്നീട് ലാബിലേക്ക് വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവന് ഒരു കോൾ വരികയാണ്. ലാബിലെത്തിക്കഴിഞ്ഞപ്പോൾ നിക്കോളാസ് എന്ന ശാസ്ത്രജ്ഞൻ തൻ്റെ റോബോട്ടിൻ്റെ പാർട്സുകൾ അവനോട് ചോദിച്ചു. ഡെസ്മണ്ട് അത് ഓർഡർ ചെയ്തതായി നടിച്ചു. മാസങ്ങൾക്ക് മുൻപ് താൻ ഈ വസ്തുക്കൾ ഓർഡർ ചെയ്യാൻ പറഞ്ഞിരുന്നതായി നിക്കോളാസ് അവനെ ഓർമ്മിപ്പിച്ചു. അവൻ ദേഷ്യത്തോടെ ഒരു ബട്ടൺ അമർത്തി. അതോടെ ഒരു മാംസകഷ്ണം ചിതറിത്തെറിക്കുകയാണ്. അതിലുണ്ടായിരുന്ന രക്തം മുഴുവൻ ഡെസ്മണ്ടിൻ്റെ ശരീരത്തിലേക്ക് തെറിച്ചിരുന്നു. അപ്പോഴാണ് ഒരു ശാസ്ത്രജ്ഞൻ നിക്കോളാസിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വരുന്നത്. ഡെസ്മണ്ട് തിരിഞ്ഞു നിന്ന് തൻ്റെ പക്കലുണ്ടായിരുന്ന ഫയലുകൾ ചവിറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു. ഇതുവരെ പൂർത്തിയാവാത്ത ഒരു പരീക്ഷണത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർ സംസാരിക്കുന്നത് അവൻ കേട്ടിരുന്നു. അവർ ഡെസ്മണ്ടിനെ നോക്കി വാതിലടച്ചു. പിന്നീട് ഡെസ്മണ്ട്, റാൽഫ്, ലെൻഡ്വർത്ത് എന്നിവർ ഒരു മുറിയിലിരുന്ന് പുകവലിക്കുകയാണ്. അതിനുശേഷം ഡെസ്മണ്ട് അവൻ നിർമ്മിച്ച് വിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന വീഡിയോ ഗെയിമിൻ്റെ പ്രോഗ്രാം പൂർത്തിയാക്കി. കുറച്ച് സമയത്തിന് ശേഷം എല്ലാ ജീവനക്കാരെയും ഒരു കോൺഫറൻസ് റൂമിലേക്ക് വിളിക്കുകയാണ്. അവിടെ കമ്പനിയുടെ ഉടമ ഫ്രാങ്ക്ലിൻ അവരെ സോൾട്ട് എന്ന പുതിയ എനർജി ഡ്രിങ്ക് പരിചയപ്പെടുത്തി. ഈ സമയത്ത് മറ്റൊരാളോടൊപ്പം ഇരിക്കുന്ന സാമന്തയെ കണ്ട് ഡെസ്മണ്ട് കോൺഫറൻസ് അവഗണിച്ചു. അസൂയയോടെ തൻ്റെ റിപ്പോർട്ട് പൂർത്തിയാക്കാനായി അവൻ അവിടെ നിന്നും പുറത്തു പോവുകയാണ്. തുടർന്ന് എല്ലാ ജീവനക്കാർക്കും സൗജന്യമായി ആ ഒരു എനർജി ഡ്രിങ്കുകൾ കുടിക്കാനായി നൽകി. ശേഷം കാണിക്കുന്നത് ഡെസ്മണ്ട് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മടിയനായ റൂംമേറ്റ് അവൻ്റെ മനസ്സ് മാറ്റി. ഡെസ്മണ്ട് അവനോടൊപ്പം കറങ്ങാനായി പോയി. പിറ്റേന്ന് രാവിലെ ഡെസ്മണ്ട് റിപ്പോർട്ട് പൂർത്തിയാക്കി കമ്പനിയിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ തൻ്റെ ID കാർഡ് താൻ വീണ്ടും മറന്നുപോയതായി അവൻ ഓർത്തു. ഭാഗ്യവശാൽ ഗാർഡ് അവിടെ ഉണ്ടായിരുന്നില്ല. ഈ നേരത്ത് ഒരു ശാസ്ത്രജ്ഞൻ അവിടേക്ക് വന്നിരുന്നു. പക്ഷേ ഡെസ്മണ്ടിനെ കണ്ടപ്പോൾ അയാൾ അറിയാത്ത ഭാവത്തിൽ പോവുകയാണ്. റിസപ്ഷനിലേക്ക് ഓടിച്ചെന്ന് ഡെസ്മണ്ട് തൻ്റെ ഫോൺ മേശപ്പുറത്ത് വെച്ചു. ഗാർഡ് ഉറങ്ങുകയാണെന്നാണ് അവൻ കരുതിയിരുന്നത്. എന്നാൽ അയാൾ തലയിലൊരു മഗ് കുത്തിക്കയറി മരണമടഞ്ഞിരുന്നു. ഇത് ശ്രദ്ധിക്കാതെ ഡെസ്മണ്ട് അവിടെ നിന്നും പോയി. തിരക്കിനിടയിൽ ഓഫീസിലെ രക്തക്കറകളും തറയിലെ മൃതശരീരങ്ങളും അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോഴാണ് ആദം അവനെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് തെറ്റുകളടങ്ങിയിരുന്ന അവൻ്റെ റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. ആദം ഒരു പെൻസിൽ മൂർച്ച കൂട്ടുകയും വിചിത്രമായി പെരുമാറുകയും ചെയ്തിരുന്നു. ഡെസ്മണ്ട് അവനൊരു എനർജി ഡ്രിങ്ക് കുടിക്കുന്നത് കണ്ടു. അവിടെ നിരവധി പെൻസിലുകൾ കുത്തിക്കയറിയ നിലയിൽ കൊല്ലപ്പെട്ട ഒരു ജീവനക്കാരൻ്റെ മൃതശരീരമുണ്ടായിരുന്നു. ഒരു നല്ല ജോലിക്കാരനല്ലാത്തതിനാലും ധാരാളം അക്ഷരത്തെറ്റുകൾ വരുത്തിയതിനാലുമാണ് ഞാൻ അവനെ കൊന്നതെന്ന് ആദം വിശദീകരിച്ചു. ഡെസ്മണ്ടിൻ്റെ റിപ്പോർട്ട് നോക്കുമ്പോൾ ആദ്യ പേജ് കണ്ടപ്പോൾ തന്നെ ആദത്തിൻ്റെ ഞരമ്പുകൾ കറുത്തതായി മാറി. ദേഷ്യത്തോടെ
ഡെസ്മണ്ടിനെ പുറത്താക്കിയെന്ന് ആക്രോശിച്ചുകൊണ്ട് ആദം അവനെ പുറത്തേക്ക് തള്ളിയിട്ടു. സോംബികളെപ്പോലെ കറുത്ത ഞരമ്പുകളുള്ള മറ്റു ജീവനക്കാർ അവനെ ആക്രമിക്കാനായി ശ്രമിച്ചു. ഡെസ്മണ്ട് ഓടി ഒളിച്ച് കാർട്ടറിനോട് സഹായം ചോദിച്ചു. കാർട്ടർ അവനെ ശകാരിക്കുകയും അതേ എനർജി ഡ്രിങ്ക് കുടിക്കാനായി തുടങ്ങുകയും ചെയ്തു. ഡെസ്മണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അയാൾ അബദ്ധത്തിൽ കമ്പ്യൂട്ടർ പ്ലഗ് ഓഫ് ചെയ്തു. കോപാകുലനായ കാർട്ടർ മോണിറ്റർ എടുത്ത് ഡെസ്മണ്ടിന് നേരെ എറിഞ്ഞു. അവൻ്റെ കഴുത്തിനെ പിടിച്ച് ചുമരിലിടിച്ചു. കോപാകുലനായ കാർട്ടർ മുന്നോട്ട് ചാടി ഡെസ്മണ്ടിനെ പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ തുടങ്ങി. ഡെസ്മണ്ട് ഒരു ക്ലിപ്പ് ബോർഡ് കൊണ്ട് അയാൾക്കു നേരെ അടിച്ചു. ഇരുവരും താഴെ വീണു. കാർട്ടറിൻ്റെ കഴുത്ത് ക്ലിപ്പ് ബോർഡിൽ കുത്തി. അങ്ങനെ അവൻ മരിക്കുകയാണ്. ഡെസ്മണ്ട് തൻ്റെ ജാക്കറ്റ് കൊണ്ട് ശരീരം മൂടുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ജീവനക്കാർക്ക് പുറത്തേക്ക് കോളുകൾ ചെയ്യാൻ അനുവാദമില്ലെന്ന് ഓപ്പറേറ്റർ അവനെ ഓർമ്മിപ്പിച്ചു. അപ്പോഴേക്കും എനർജി ഡ്രിങ്ക് കുടിച്ചിരുന്ന സഹപ്രവർത്തകൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഓപ്പറേറ്ററെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതോടെ കോൾ വിച്ഛേദിക്കപ്പെട്ടു. ഡെസ്മണ്ട് ഒരു ക്ലിപ്പ് ബോർഡ് പിടിച്ച് ഭയത്തോടെ ഓഫീസിലൂടെ നടന്നു. അതേസമയം മറ്റ് ജീവനക്കാർ പരസ്പരം ആക്രമിക്കുകയാണ്. മാർക്കറ്റിംഗ് ടീം തലയെറിഞ്ഞ് ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോബ് എന്നയാൾ ആ തല ഡെസ്മണ്ടിന് നേരെ എറിഞ്ഞു. ഡെസ്മണ്ട് അത് തിരിച്ചെറിഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. അവൻ മുകളിലേക്ക് ഓടി. അപ്പോഴേക്കും അവൻ്റെ പക്കലുണ്ടായിരുന്ന വാച്ച് റിങ് ചെയ്തു. അവനെ അത് സാമന്ത കൊടുത്തതായിരുന്നു. അതിനാൽ തന്നെ അവൻ സാമന്തയെ ഓർത്തു. അവൻ അവളുടെ ഓഫീസിലേക്ക് ഓടി. സാമന്ത ഹെഡ്സെറ്റുകൾ വെച്ചിരുന്നതിനാൽ അവൾക്ക് പുറത്തുനിന്നുള്ള ബഹളം കേൾക്കാനായി കഴിഞ്ഞിരുന്നില്ല. ഡെസ്മണ്ട് അവളോട് ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ സാമന്തയുടെ ഞരമ്പുകളും കറുത്തു തുടങ്ങുകയാണ്. അവൾ അവനെ ആക്രമിച്ചു. ഡെസ്മണ്ട് അവളുടെ മേശപ്പുറത്ത് ഒരു സോൾട്ട് കാൻ ഇരിക്കുന്നത് കണ്ടു. അത് കുടിച്ചാണ് ഓഫീസിലുണ്ടായിരുന്ന സഹപ്രവർത്തകരെല്ലാം സോംബികളെ പോലെയായി മാറിയിരുന്നത്. അവൾ കൂടുതലായി കുടിക്കാനായി ശ്രമിച്ചു. ഡെസ്മണ്ട് അത് തടയാനായി ശ്രമിക്കുന്നതിനിടെ ആ ക്യാൻ മുഴുവൻ തട്ടിപ്പോവുകയാണ്. കോപാകുലയായ സാമന്ത അവൻ്റെ വയറ്റിലിടിക്കുകയും അവനെ വലിച്ചെറിയുകയും ചെയ്തു. പെട്ടെന്ന് അവൾ സാധാരണ നിലയിലേക്ക് മടങ്ങി. അവൾക്ക് ഒന്നും ഓർമ്മയില്ല. ഡെസ്മണ്ട് എത്രയും വേഗം രക്ഷപ്പെടണമെന്ന് അവളോട് പറഞ്ഞു. പക്ഷേ അവൻ എഴുന്നേൽക്കുമ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം പൊട്ടിപ്പോയിരുന്നു. ഇത് സാമന്തയെ വീണ്ടും കോപാകുലയാക്കി. അവൾ ഡെസ്മണ്ടിൻ്റെ ശരീരത്തിലേക്ക് ചാടി വീണു. അവനെ ഫർണിച്ചറിൽ ഇടിച്ച് ഒരു മേശയിലേക്ക് എറിഞ്ഞു. അതോടെ ഡെസ്മണ്ട് അവളെ മർദ്ദിച്ച് ബോധരഹിതയാക്കി. പിന്നീട് ഡെസ്മണ്ട് അവളെ ഒരു ട്രോളിയിൽ കെട്ടിയിട്ടു. ഈ ഒരു സമയത്ത് അവൾ സ്വബോധം വീണ്ടെടുത്തിരുന്നു. തനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് അവൾ അവകാശപ്പെട്ടു. പക്ഷേ ഡെസ്മണ്ട് അവളുടെ കെട്ടഴിച്ചിരുന്നില്ല. അവൻ അവളെയും കൂട്ടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. അതേസമയം ചില സഹപ്രവർത്തകർ പടികളിലുണ്ടായിരുന്നു. അതിനാൽ ഡെസ്മണ്ട് സാമന്തയെ വലിച്ചിഴച്ച് സ്റ്റോർ റൂമിൽ പോയി ഒളിച്ചു. അതേസമയം ഓഫീസിൽ ആദം മാർക്കറ്റിംഗ് ടീമിനെ തൻ്റെ സംഘത്തിലേക്ക് ചേർക്കുകയായിരുന്നു. സാമന്തയുടെ നിലവിളി കേട്ട് സഹപ്രവർത്തകനായ മുറാദ് ഡെസ്മണ്ടിൻ്റെ ശരീരത്തിലേക്ക് ചാടി വീണു. ഒരു പോരാട്ടത്തിന് ശേഷം ഡെസ്മണ്ട് അവനെ പിടികൂടി. അവൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ഡെസ്മണ്ട് ചോദിച്ചു. മതപരമായ ഉപവാസം അനുഷ്ഠിക്കുന്നതിനാൽ താൻ മദ്യപിച്ചിട്ടില്ലെന്ന് മുറാദ് വിശദീകരിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് സാമന്ത വിചിത്രമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങിയിരുന്നു. അവൾ തൻ്റെ വായ പൊത്തിയിരുന്ന ഡെസ്മണ്ടിൻ്റെ കൈ കടിച്ചു. അതിനാൽ അവളെ കൊല്ലണമെന്ന് മുറാദ് അഭിപ്രായപ്പെട്ടു. അതേസമയം അക്കൗണ്ടിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ബോബ് ആദം തങ്ങളുടെ നേതാവാകാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഈ കാരണത്താൽ ബോബും ആദവും തമ്മിൽ തർക്കമുണ്ടായി. തൻ്റെ ടീം കമ്പനിക്ക് വേണ്ടി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ബോബ് പട്ടികപ്പെടുത്തുകയും ആദത്തിന് നേരെ ഒരു ഒഴിഞ്ഞ ക്യാൻ എറിയുകയും ചെയ്തു. ആദം അതുപയോഗിച്ച് ഒരു നിഞ്ച നക്ഷത്രമുണ്ടാക്കി ബോബിന് നേരെ എറിയുകയും അവനെ തലയറുത്ത് കൊല്ലുകയും ചെയ്തു. തുടർന്ന് അയാൾ മാർക്കറ്റിംഗ് ടീമിനെ തനിക്കിഷ്ടപ്പെടാത്ത പരസ്യ ക്യാമ്പയിൻ സൃഷ്ടിച്ച 2 ജീവനക്കാരെ കൊല്ലാനായി നിർബന്ധിച്ചു. ആദവും സംഘവും അവിടെ നിന്നും പോകുമ്പോൾ ഡെസ്മണ്ടിൻ്റെ സംഘം പുറത്തിറങ്ങി പടികൾ കയറാനായി ശ്രമിക്കുകയായിരുന്നു. ഈ സമയത്ത് അവിടെയുള്ള എല്ലാവരും പരസ്പരം ക്രൂരമായി ആക്രമിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഡെസ്മണ്ട് ലിഫ്റ്റിലേക്ക് പോയി. എന്നാൽ അവരത് തുറക്കുമ്പോൾ അത് താഴേക്ക് വീഴുന്നതും വലിയ ശബ്ദത്തോടെ തകരുന്നതും അവർ കാണുകയാണ്. തുടർന്നവർ ഒരു വെന്റിലൂടെ രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. പക്ഷേ സാമന്തയ്ക്ക് അകത്തേക്ക് കയറാൻ കഴിയില്ല. തുടർന്നവർ ഓഫീസിൽ ഒളിച്ചു. ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്യൂണിൻ്റെ മൃതശരീരം കണ്ട് അവർ പരിഭ്രാന്തരാവുകയാണ്. ഒരു ജനലിലൂടെ രക്ഷപ്പെടാനായി ഡെസ്മണ്ട് അതിൻ്റെ ഗ്ലാസ് തകർക്കാനായി അവിടെ ഉണ്ടായിരുന്ന പ്രിൻ്റർ അതിലേക്ക് എറിഞ്ഞു. പക്ഷേ
ഇത് സുരക്ഷാ സംവിധാനം സജീവമാക്കാൻ കാരണമായി. അങ്ങനെ കെട്ടിടം മുഴുവൻ ഇപ്പോൾ ലോഹ പാനലുകൾ കൊണ്ട് മൂടപ്പെടുകയാണ്. ജീവനക്കാരുടെ മാനുവലിൽ ഇക്കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വായിക്കാത്തതിനെ സാമന്തയും മുറാദും ഡെസ്മണ്ടിനെ ശകാരിക്കുകയും സീൽ അൺലോക്ക് ചെയ്യാനുള്ള കോഡ് മാനേജ്മെൻറ്റിന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് അവനെ അറിയിക്കുകയും ചെയ്തു. മുകളിലേക്കെത്താൻ അവർക്ക് നിരവധി നിലകൾ കടക്കേണ്ടി വരും. അങ്ങനെ 3 പേരും അവിടേക്ക് വേഗത്തിൽ നീങ്ങുകയാണ്. അതേസമയം സോംബികൾ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിലവർ മുകളിലത്തെ നിലയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ഹെലൻ എന്നൊരു സ്ത്രീയുണ്ടായിരുന്നു. അവളും സോൾട്ട് കഴിച്ചിരുന്നു. അവൾ ആക്രമിക്കാൻ തുനിഞ്ഞതോടെ ഡെസ്മണ്ടും തിരിച്ചാക്രമിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹെലൻ പുറകിൽ നിന്ന് മുറാദിൻ്റെ മേൽ ചാടി വീണു. അവൻ ഓടി മാറുകയും ഹെലൻ തലയടിച്ച് വീഴുകയും ചെയ്തു. സംഘം മുന്നോട്ട് നീങ്ങി. ഈ നേരത്ത് ഒരു ഇമെയിലിൽ ഇമോജികൾ അയച്ചതിന് ജീവനക്കാർ ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുകയായിരുന്നു. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ജോലിയിലേക്ക് മടങ്ങി. അപ്പോഴേക്കും ലെൻഡ്വർത്ത് ഒരു ചെക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടേക്ക് എത്തുകയും മൃതദേഹം തറയിൽ കിടക്കുന്നത് കണ്ട് അവൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ താഴെ വീഴുകയുമാണ്. ശബ്ദം കേട്ട് ജീവനക്കാർ പ്രകോപിതരാവുകയും അവനെ വളയുകയും ചെയ്തു. ഡെസ്മണ്ട് തൻ്റെ ബോസിൻ്റെ ഓഫീസിലേക്ക് പോയി സ്പീക്കറിൽ ആദാമിനെ അനുകരിച്ച് എല്ലാവരും കോൺഫറൻസ് റൂമിലേക്ക് വരാനായി ആജ്ഞാപിച്ചു. അതോടെ ജീവനക്കാർ പിരിഞ്ഞു പോവുകയാണ്. പക്ഷേ എല്ലാവർക്കും ആദാമിൻ്റെ ശബ്ദത്തിൽ സംശയം തോന്നി. അങ്ങനെ അവർ ഡെസ്മണ്ടിൻ്റെ പക്കലേക്ക് നീങ്ങുകയാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ സുബോധം വീണ്ടെടുത്തിരുന്ന സാമന്ത അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരെയെല്ലാം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം തെറ്റിച്ചു. ഇത് അവർ തമ്മിൽ ഒരു പോരാട്ടത്തിലേക്ക് ഏർപ്പെടുന്നതിന് കാരണമായി. പിന്നീട് ഡെസ്മണ്ടിൻ്റെ സംഘം ഏറ്റവും അപകടകാരിയായ സ്റ്റാഫിൻ്റെ ഓഫീസിലേക്കെത്തി. മാനേജറുടെ പക്കലേക്ക് പോകാനുള്ള വാതിൽ ഈ ഓഫീസിൻ്റെ പുറകിലായിരുന്നു. അതിനാൽ അവർ ഈ സംഘവുമായി പോരാടേണ്ടി വരും. ആദ്യം അവർ ആയുധങ്ങൾക്കായി തിരയുകയും വിവിധ വസ്തുക്കൾ ആയുധങ്ങളാക്കി മാറ്റുകയും ചെയ്തു. പോരാടാനായി തന്നെ മോചിതയാക്കാൻ സാമന്ത ആവശ്യപ്പെട്ടു. ഞാൻ ദേഷ്യപ്പെട്ടാൽ എന്നെ കൊന്നുകളയണമെന്നും സാമന്ത അവരോട് പറഞ്ഞു. അങ്ങനെ അവളുടെ കെട്ടുകൾ അഴിച്ചു. ഡെസ്മണ്ട് അവിടെയുള്ളവരോട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നും തങ്ങളെ പോകാൻ അനുവദിക്കണമെന്നും പറഞ്ഞു. പക്ഷേ അവർ ദേഷ്യപ്പെടുകയും ആക്രമിക്കാൻ തുനിയുകയുമാണ്. അതിജീവിക്കാനായി മൂവർക്കും തങ്ങളുടെ സഹപ്രവർത്തകരെ കൊല്ലണം. അങ്ങനെ ശക്തമായ പോരാട്ടം ആരംഭിക്കുകയും നിരവധി പേർ മരിക്കുകയും ചെയ്തു. കൂട്ടത്തിലുണ്ടായിരുന്ന എനർജി ഡ്രിങ്ക് കഴിക്കാത്ത മനുഷ്യൻ ഒരു ഭ്രാന്തനെ പോലെ നടിച്ച് ഡെസ്മണ്ടിനെ ആക്രമിക്കുന്നതായി അഭിനയിക്കുകയും ഡെസ്മണ്ടിനോട് ഓടാനായി പറയുകയും ചെയ്തു. പക്ഷേ മുറാദ് അതൊരു സോംബിയാണെന്ന് തെറ്റിദ്ധരിച്ച് അയാളെ കൊന്നു. ഒടുവിൽ അവർക്ക് വിജയിക്കാനായി സാധിച്ചിരുന്നെങ്കിലും സാമന്ത വളരെ ക്ഷീണിതയായിരുന്നു. ഡെസ്മണ്ട് അവളെ ചേർത്തു നിർത്തി. ഒടുവിൽ അവർ മുകളിലുള്ള ഓഫീസിലേക്കെത്തി. ഫ്രാങ്ക്ലിൻ മാനേജർമാരോടൊപ്പം ഒളിച്ചിരിക്കുകയായിരുന്നു. സുരക്ഷാ ക്യാമറയിൽ സാമന്ത ഛർദ്ദിക്കുന്നത് കണ്ട് ഫ്രാങ്ക്ലിൻ വാതിൽ തുറക്കാൻ വിസമ്മതിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് അവിടുത്തെ പിയോൺ അബദ്ധവശാൽ വാതിൽ തുറന്നിരുന്നു. അങ്ങനെ 3 പേരും അകത്തേക്ക് പ്രവേശിച്ചു. ഓഫീസിലേക്കെത്തിയ അവർ സോൾട്ട് എന്ന ഡ്രിങ്കിനെക്കുറിച്ച് ഫ്രാങ്ക്ലിനോട് ചോദിച്ചു. സൈനികരെ സജീവമായി നിലനിർത്താൻ ഉദ്ദേശിച്ചുള്ള ഒരു എനർജി ഡ്രിങ്കായിരുന്നു അതെന്ന് അവൻ വിശദീകരിച്ചു. പക്ഷേ ആദ്യ ബാച്ച് കേടായിപ്പോയി. കമ്പനിയോട് ദേഷ്യമുള്ള ചില ശാസ്ത്രജ്ഞർ പ്രതികാരമായി ജീവനക്കാർക്ക് കേടായ പാനീയം നൽകുകയായിരുന്നു. തനിക്ക് രക്ഷപ്പെടാനായി എല്ലാ ജീവനക്കാരും പരസ്പരം കൊല്ലണമെന്ന് ഫ്രാങ്ക്ലിൻ ആഗ്രഹിച്ചിരുന്നു. സാമന്തയുടെ അവസ്ഥ വഷളാകുന്നതിന് മുൻപ് അവളെ രക്ഷിക്കാൻ ആഗ്രഹിച്ചിരുന്നതിനാൽ ഡെസ്മണ്ട് കോപാകുലനായി. നിക്കോളാസിന് മാത്രമേ മറുമരുന്ന് സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് ഫ്രാങ്ക്ലിൻ അവരോട് പറഞ്ഞു. അപ്പോഴേക്കും ആദവും സംഘവും അവിടേക്ക് വന്ന് കെട്ടിടത്തിൻ്റെ സുരക്ഷ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. വാതിലുകൾ ഉരുക്കുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനാൽ അവരകത്തേക്ക് പ്രവേശിക്കില്ല എന്നുള്ള ധൈര്യത്താൽ ഫ്രാങ്ക്ലിൻ വിസമ്മതിച്ചു. എന്നാൽ അവിടെയുണ്ടായിരുന്ന ഭിത്തികൾ മരം കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. ആദവും കൂട്ടരും അവ തകർക്കാൻ ആരംഭിച്ചു. ഡെസ്മണ്ട് ഫർണിച്ചറുകൾ ഉപയോഗിച്ച് അവരുടെ വഴി തടയാനായി ശ്രമിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് മുറാദ് കീഴടങ്ങാനായി തീരുമാനിക്കുകയാണ്. പക്ഷേ ഡെസ്മണ്ട് അവന് ധൈര്യം പകർന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ലെൻഡ്വർത്ത് രക്ഷപ്പെടാനായി ആദത്തിൻ്റെ പക്ഷം ചേരാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ അയാൾ ആ ഒരു എനർജി ഡ്രിങ്ക് കഴിച്ച് ആദത്തിൻ്റെയും കൂട്ടരുടെയും പക്കലേക്ക് ഓടാനൊരുങ്ങി. ഡെസ്മണ്ട് അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും അയാൾ ആദത്തിൻ്റെ പക്കലേക്ക് ഓടി. താൻ അവരുടെ പക്ഷത്താണെന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷേ അവർ ഒരു കോടാലി ഉപയോഗിച്ച് അയാളെ നിഷ്കരണം കൊലപ്പെടുത്തി. ശേഷം അവർ ചുമർ തകർത്ത് അകത്തേക്കു കയറി. അത് കണ്ട് ഡെസ്മണ്ടും മുറാദും സാമന്തയെയും പിടിച്ച് മറ്റൊരു മുറിയിലേക്ക് ഓടിയെത്തിയ സോംബികൾ മാനേജർമാരെ നിഷ്കരണം കൊലപ്പെടുത്തി.
ഇത് കണ്ട് ഫ്രാങ്ക്ലിൻ തൻ്റെ പക്കലുണ്ടായിരുന്ന ഷോട്ട് ഗൺ ഉപയോഗിച്ച് വെടിയുതിർക്കാൻ ആരംഭിച്ചു. എന്നാൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നതിനാൽ അവരെ കീഴ്പ്പെടുത്താൻ പ്രയാസമായിരുന്നു. ആദം ഫ്രാങ്ക്ലിൻ്റെ കൈ വെട്ടിയെടുക്കുകയും അവനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ആദത്തിൻ്റെ ആളുകൾ ഡെസ്മണ്ടിനെയും കൂട്ടരെയും പിന്തുടർന്നു. ഡെസ്മണ്ടിനെയും കൂട്ടരെയും കൊല്ലണമെന്ന് ആദം ആഗ്രഹിച്ചിരുന്നു. ഞങ്ങളെ വെറുതെ വിട്ടാൽ ഞങ്ങൾ ജോലി ഉപേക്ഷിച്ച് പോകാമെന്ന് ഡെസ്മണ്ട് വിളിച്ചു പറഞ്ഞു. എന്നാൽ ആദം അത് നിഷേധിച്ചു. കമ്പനി മാത്രമല്ല, ലോകം തന്നെ കൈവശപ്പെടുത്തണമെന്നാണ് ആദം ലക്ഷ്യമിട്ടിരുന്നത്. ആദം അവിടെ നിന്നും പോയതിനു ശേഷം ഡെസ്മണ്ട് ഒരു തോക്കെടുത്ത് വെടിയുണ്ടകൾ നിറച്ചിരുന്ന പാത്രത്തിലേക്ക് നിറയൊഴിച്ചു. അതോടെ വൻ പൊട്ടിത്തെറിയുണ്ടായി. അങ്ങനെ അവർക്ക് ചുറ്റിലും ഉണ്ടായിരുന്ന സോംബികളെല്ലാം കൊല്ലപ്പെട്ടു. ഈ ഒരു സമയത്ത് അപ്രതീക്ഷിതമായി സാമന്ത നിലത്ത് വീഴുകയാണ്. അവളുടെ നാഡികൾ കറുത്തു തുടങ്ങിയിരുന്നു. എനിക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞ് തന്നെ കൊല്ലണമെന്ന് അവൾ ഡെസ്മണ്ടിനോട് അപേക്ഷിച്ചു. പിന്നീട് അവൾക്ക് ബോധം നഷ്ടപ്പെട്ടു. അതേസമയം ആദം ഫ്രാങ്ക്ലിൻ്റെ വിരലുപയോഗിച്ച് സുരക്ഷാ ലോക്ക് നീക്കം ചെയ്തിരുന്നു. അവൻ തൻ്റെ ആളുകളോട് ഗോഡൗണിൽ നിന്ന് ആയുധങ്ങൾ ശേഖരിക്കാനായി ആജ്ഞയിട്ടു. അതേസമയം ഇവർ സാമന്തയെ ലാബിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ അവർ നിക്കോളാസിനെ കണ്ടുമുട്ടി. നിക്കോളാസ് പറഞ്ഞു, കുഴപ്പം പിടിച്ച ആ ഒരു എനർജി ഡ്രിങ്ക് ജീവനക്കാരിലേക്ക് എത്തിച്ചത് തൻ്റെ സഹശാസ്ത്രജ്ഞനാണ്. ഡെസ്മണ്ട് കൃത്യസമയത്ത് ഓർഡർ നൽകാതിരുന്നത് കൊണ്ടാണ് പരീക്ഷണം തകരാറിലായത് എന്നയാൾ ഡെസ്മണ്ടിനോട് പറഞ്ഞു. അവൻ സാമന്തയുടെ തലച്ചോർ പരിശോധിച്ച് അവൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ഉറപ്പിച്ചു. അവൾ വളരെ കുറച്ച് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. പക്ഷേ മറ്റുള്ളവരെ ഇനി രക്ഷിക്കാനാവില്ല. സാമന്തയ്ക്ക് 30 മിനിറ്റിനുള്ളിൽ ആൻറ്റിഡോസ് വേണം. എന്നാൽ ആൻറ്റിഡോസ് നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഗോഡൗണിലുള്ള ഭ്രാന്തന്മാരായ ജീവനക്കാരുടെ ഇടയിലാണ്. എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കണമെന്ന് ഡെസ്മണ്ട് തീരുമാനിച്ചു. ഈ നേരത്ത് ഡെസ്മണ്ടിനും മുറാദിനും കമ്പനി മ്യൂസിയത്തിൽ ആയുധങ്ങളുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വരികയാണ്. അങ്ങനെ അവർ അവിടെയുണ്ടായിരുന്ന ഗ്ലാസ് തകർത്ത് ആയുധങ്ങൾ കൈക്കലാക്കി. തുടർന്നവർ രഹസ്യമായി വെയർഹൗസിലേക്ക് കടന്നു. ഈ സമയത്ത് അബദ്ധത്തിൽ റാൽഫ് എന്നയാളുടെ കയ്യിൽ നിന്നും എനർജി ഡ്രിങ്കുകൾ താഴെ വീണിരുന്നു. തെറ്റുകൾ ഒട്ടും സഹിക്കാത്ത ആദം റാൽഫിനെ ദുർബലനായി മുദ്രകുത്തി അവിടെയുള്ള ജനക്കൂട്ടത്തെ കൊണ്ട് ക്രൂരമായി കൊല്ലിപ്പിച്ചു. ഡെസ്മണ്ടും മുറാദും ഈ കാഴ്ചകൾ ഭീതിയോടെ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ തങ്ങൾ രണ്ടുപേരും CCTV ക്യാമറയിൽ പതിയുന്നുണ്ടെന്നുള്ള കാര്യം അവർ അറിഞ്ഞിരുന്നില്ല. ആദം അവരെ കണ്ട ഉടൻ തന്നെ അവരെ കൊല്ലാനായി തൻ്റെ ആളുകളെ അയച്ചു. ഡെസ്മണ്ട് 2 മൈനുകൾ എറിയുന്നുണ്ടെങ്കിലും അവ വ്യക്തമായി കാണാമായിരുന്നതിനാൽ ആരും അതിൽ ചവിട്ടിയില്ല. മുറാദ് ഒരു ഫ്ലെയിം ത്രോവർ ഉപയോഗിച്ച് പല ജീവനക്കാരെയും ചുട്ടിരിച്ചു. ഇത് കണ്ട് മറ്റുള്ളവർ പിൻവാങ്ങി. ഫ്ലെയിം ത്രോവർ തീർന്നതോടെ അവർ രണ്ടുപേരും അവിടെ നിന്നും ഓടി മാറുകയാണ്. ഓട്ടത്തിനിടയിൽ എനർജി ഡ്രിങ്കിൻ്റെ ക്യാനുകൾ താഴെ വീണു. ജീവനക്കാർ അതോടെ അത് കുടിക്കുന്ന തിരക്കിലായി. ഈ തക്കം നോക്കിയവർ സാമന്തയുടെ ജീവൻ രക്ഷിക്കാനുള്ള കെമിക്കൽ കൈക്കലാക്കി. ഈ സമയത്താണ് കമ്പനി യുദ്ധത്തിനായി നിർമ്മിച്ച സ്യൂട്ടിൽ കയറി ആദം വന്ന് അവർക്കു നേരെ വെടിവയ്പ് തുടങ്ങുന്നത്. അങ്ങനെ അവർ തെറിച്ചു വീഴുകയും ഒരു ഷെൽഫിന് പിന്നിലായി ഒളിച്ചിരിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്ത് അവിടെ വീണു കിടന്നിരുന്ന ബോക്സിൽ നിന്ന് ഡെസ്മണ്ടിന് ആയുധങ്ങൾ ലഭിച്ചിരുന്നു. അവൻ തൻ്റെ പക്കലുണ്ടായിരുന്ന കെമിക്കൽ മുറാദിന് കൈമാറി. മുറാദ് ഓടുന്നതിനിടയിൽ എനർജി ഡ്രിങ്ക് കുടിച്ച് ലഹരിയിലായിരുന്ന മാർക്കസ് അവനെ തടയുകയും വംശീയമായി അധിക്ഷേപിച്ച് മർദ്ദിക്കുകയും ചെയ്തു. മൽപ്പിടുത്തത്തിനിടയിൽ മാർക്കസിൻ്റെ പക്കലുണ്ടായിരുന്ന താക്കോൽ കൂട്ടം താഴെ വീണു. അതെടുത്ത് മുറാദ് മാർക്കസിൻ്റെ കാലിൽ കുത്തിക്കയറ്റി. ശേഷം മാർക്കസിനെ ക്രൂരമായി മർദ്ദിച്ചു. മുറാദിൻ്റെ രോക്ഷം കണ്ട് മറ്റു ജീവനക്കാർ പേടിച്ച് പിൻവാങ്ങി. ആദം തൻ്റെ ആളുകളോട് അവരെ തിരയാനായി നിർദ്ദേശിച്ചു. ഡെസ്മണ്ട് ആദത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവനെ ഒരു മൂലയിലേക്ക് എത്തിക്കുകയും തൻ്റെ പക്കലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് അവനു നേരെ നിറയൊഴിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഡെസ്മണ്ടിൻ്റെ തോക്ക് പ്രവർത്തിച്ചില്ല. ഈ ഒരു സമയത്ത് ആദത്തിൻ്റെ ആളുകൾ അവനു നേരെ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് തോക്ക് പ്രവർത്തിക്കുകയും അവൻ അവിടേക്ക് ഓടി വന്നിരുന്ന എല്ലാവരെയും വെടിവെച്ച് കൊല്ലുകയുമാണ്. ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരാൾ വന്ന് അവനെ പിടികൂടി. ആദം അവൻ്റെ പക്കലേക്ക് വരുന്നുണ്ടായിരുന്നെങ്കിലും ഈ നേരത്ത് അവൻ്റെ സ്യൂട്ടിൻ്റെ ചാർജ് തീരാറായി തുടങ്ങിയിരുന്നു. അതിനാൽ ആദം അവിടെ വീണു കിടന്നിരുന്ന മാർക്കസിൻ്റെ കൈ മുറിച്ചെടുത്ത് സ്യൂട്ടിൽ ഇന്ധനമായി ഉപയോഗിക്കുകയാണ്. ശേഷം ആദം ഡെസ്മണ്ടിനെ കൊല്ലാനൊരുങ്ങി. ഇത് കണ്ട് ഡെസ്മണ്ടിനെ ആക്രമിച്ചിരുന്നയാൾ ഭയന്നോടി. ഈ സമയത്താണ് അസുഖം മാറി എത്തിയ സാമന്ത റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് ആദത്തിനെ ആക്രമിക്കുന്നത്. ആദത്തിൻ്റെ സ്യൂട്ട് പൂർണ്ണമായും തകർക്കാൻ സാധിക്കാത്തതിനാൽ മൂവരും അവിടെ നിന്നും ഓടുകയാണ്. ഓടുന്നതിനിടയിൽ മുറാദ് ചുമരുകളിൽ ബോംബുകൾ ഘടിപ്പിച്ചിരുന്നു. ആദം അവരെ പിന്തുടർന്ന് മ്യൂസിയം വരെ എത്തി. അവിടെ വെച്ച് ഡെസ്മണ്ട് ഡിറ്റനേറ്റർ അമർത്തുന്നുണ്ടെങ്കിലും ഒന്നും സംഭവിച്ചില്ല.
ബോംബ് വെച്ചെങ്കിലും അത് ഡിറ്റനേറ്ററുമായി ബന്ധിപ്പിക്കാൻ മറന്നുപോയെന്ന് ഈ സമയത്താണ് സാമന്ത പറയുന്നത്. ഒടുവിൽ ഡെസ്മണ്ട് തൻ്റെ പക്കലുണ്ടായിരുന്ന അവസാനത്തെ മൈനും ആദത്തിന് നേരെ എറിഞ്ഞു. ശേഷം മൂവരും പുറത്തേക്ക് ചാടി. സ്യൂട്ട് കാരണം മൈൻ കാണാതെ ആദം അതിൽ ചവിട്ടി. അങ്ങനെ വലിയൊരു സ്ഫോടനമുണ്ടായി. ആദം കൊല്ലപ്പെട്ടു. കെട്ടിടത്തിന് തീപിടിച്ചു. പിന്നീട് പോലീസും അഗ്നിശമന സേനയും അവിടേക്കെത്തി. അതോടെ മൂവർക്കും ആശ്വാസമായി. ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.